നിങ്ങൾ ഈ സിനിമകളെ കണ്ടല്ലേ, ഒരു വലിയൊരു പ്രദേശത്ത് ഒരു കൊച്ചൊരു ഗുഹയെന്ന് ഇറങ്ങി വരുമ്പോൾ വലിയ പുല്ല്, വലിയ ആമ, വലിയ ഇതൊക്കെ, ആ സ്ഥലമാണ് ഇത്. അവിടെ ഒരു ആമ തന്നെ ഏകദേശം ഒരു ടണ്ണോളം തൂക്കമുള്ള ആമയാണ്. സർവൈവൽ ഫിറ്റസ്റ്റ് എന്ന ഈ ചാൾസ് ഡാർവിന്റെ തിയറി വന്നത് ഇവിടെ നിന്നാണ്. അവിടെ ഒരു ഫിഞ്ചസ് എന്നൊരു പക്ഷിയുണ്ട്. ആ ഫിറ്റ്നസ് എന്ന പക്ഷിയിൽ നിന്നാണ് ദ തിയറി ഓഫ് എവല്യൂഷൻ വന്നത്. അതിന്റെ അദ്ദേഹത്തിന് ബുദ്ധി കിട്ടിയത് അവിടെ നിന്ന്. അദ്ദേഹം അവിടെയാണ് ജീവിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ പുസ്തകങ്ങൾ എഴുതിയത്. അവിടെയാണ് ഈ വലിയ ആമകൾ, വലിയ ഇഗ്വാനാസ് ഉള്ളത്. മറൈൻ ഇഗ്വാന കണ്ടോ? നമ്മൾ ഇഗ്വാനാസ് വലിയ കണ്ടിട്ടുണ്ട്, കൂറ്റൻ ഇഗ്വാന. ഈ ഇഗ്വാന 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഭൂമിയിലുള്ളത്, ഭൂമിയിൽ മീൻസ് നമ്മുടെ മെയിൻലാൻഡ് കരയിലുള്ളതിനാണ് സാധാരണ ഇഗ്വാനാസ്. ഇവിടെ മറൈൻ ഇഗ്വാനാസ് ഉണ്ട്, ബ്ലാക്ക് ആണ് കളർ. ഈ സാധനം തന്നെ കറുത്ത കളറിലുള്ള സാധനം. അതുമാതിരി അവിടുത്തെ ഞാൻ ഈ പറഞ്ഞ വലിയ ജൈന്റ് ടോട്ടോയ്സ്, പിന്നെ അവരുടെ സീലുകൾ, പിന്നെ അവരുടെ പിന്നെ പക്ഷികളൊക്കെ എന്ന് വെച്ചാൽ ഈ ബ്ലൂ ബബൂൺസ് എന്നൊക്കെ പറയും. പക്ഷി വെള്ള പക്ഷി, അതിൻ്റെ കാല് നീല കളറ്, ബ്ലൂ ബബൂൺസ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതുമാതിരി റെഡ് ബബൂൺ അങ്ങനത്തെ പക്ഷികൾ, അങ്ങനെ ഒരു ലോകം തന്നെയാണ് ഈ ഗാലപ്പഗോസ് ഐലൻഡ്. ഒരു യൂണീക്ക്, എൻ്റെ ജീവിതത്തിൽ ഇത്ര റിസ്ക് എടുത്ത് പോയൊരു സ്ഥലമില്ല. ഇത്രമാത്രം എൻ്റെ ലൈഫിൽ ബക്കറ്റ് ലിസ്റ്റ് ഞാൻ പോകുന്ന കേരളത്തിൽ ഒരു സംഘത്തിന് പോയിട്ടില്ല, ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു ആളും ഈ സ്ഥലത്തിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. കാരണം അവിടേക്ക് പോകാൻ എളുപ്പമല്ല, വിസ കിട്ടില്ല. ഏറ്റവും ടഫായിട്ടുള്ള വിസ പ്രൊസീജിയർ. ഞാനൊക്കെ അംബാസിഡർ ബന്ധമുള്ളത് കൊണ്ട് ഇന്ത്യയിലുള്ളവർക്ക് ഞാൻ വിസ അടിച്ചു കൊടുത്തു, വിദേശത്ത് വരുന്ന ആർക്കും കിട്ടിയില്ല. നമുക്ക് അംബാസിഡർ ബന്ധമുള്ളതുകൊണ്ട് പോയി ഡോക്യുമെന്റ് കൊടുത്ത് അവിടെ നിന്ന് അടുപ്പിച്ചാൽ കൊണ്ടുവന്നു. പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു. അത് ജിയോഗ്രഫിക്കലി വളരെ എർത്ത് ക്വയ്ക്ക്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എർത്ത് ക്വയ്ക്ക് സോണാണ്. അവിടെ എപ്പോഴും വോൾക്കാനോസിന്റെ സോണാണ്. ഏറ്റവും അധികം വോൾക്കാനോസ് ആക്റ്റീവ് ഉള്ള സ്ഥലം. ഈ വോൾക്കാനോസ് അതൊക്കെ ഉണ്ടാവും, അതൊക്കെ വേണമല്ലോ. ഞങ്ങൾ ഒരു സമയം അമേരിക്കയിൽ പോയി, ഇപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി ചെന്നപ്പോൾ, ലോസ് ആഞ്ചലസിലോട്ടാ ചെല്ലുമ്പോൾ, ഹോട്ടലിൽ ചെല്ലുമ്പോൾ കയറുമ്പോൾ ആരും ഹോട്ടലിലേക്ക് ഉള്ളിൽ കയറില്ല, എല്ലാവരും പെട്ടിക്കെട്ട് പുറത്തിരിക്കണം. അപ്പോൾ ചോദിച്ചാൽ എന്ത് സംഭവം, ഒന്നുമില്ല, ആരും ഒന്നും വേണമല്ലേ. ഇതോട് ചോദിച്ചപ്പോൾ ഒരു കുലുക്കം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിക്കാം, ഇതൊക്കെ സംഭവിക്കാം. ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളിതൊക്കെ പ്രതീക്ഷിക്കണം. അത് ഞാൻ എപ്പോഴും എൻ്റെ യാത്രകൾ പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, എന്തറിയോ, തിരിച്ച് ഞാൻ വരില്ലായിരിക്കും. അല്ല, നമ്മൾ പോകുന്നത് ഒരു എക്സ്പെഡീഷനാണ്. നമ്മളൊരു യാത്രയിൽ എക്സ്പെഡീഷൻ എന്ന സെഗ്മെന്റ് ഞങ്ങളുണ്ടാക്കി. എന്തുകൊണ്ടെന്നറിയോ, ഇതുവരെ ആരും പോകാത്ത വഴികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ഇട്ടത് എക്സ്പെഡീഷനാണ്. ഇപ്പം ഏകദേശം ഞാൻ ഈ പാൻഡമിക് കഴിഞ്ഞ ശേഷം വളരെ ഗൗരവമായിട്ടുള്ള ഈ ഇൻഡസ്ട്രീനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഡസ്ട്രീനെ കുറിച്ചൊന്ന് യഥാർത്ഥത്തിൽ പഠിച്ചപ്പോൾ, ഇൻഡസ്ട്രിക്ക് എല്ലാവർക്കും ഉള്ളത് ചുമ്മാ കുറച്ച് ടിക്കറ്റ് നടത്തണം, കുറച്ച് സ്റ്റഡീസ് നടത്തണം, കുറച്ച് ട്രാവൽസ് നടത്തണം, എൻഡ് ഓഫ് ദ ഡേ പെട്ടിലൊന്നും വേണം. അവിടെ യാത്രയെ കുറിച്ച് നോക്കിയപ്പോൾ 50 രാജ്യങ്ങളിൽ കൂടെ ആരും പോയിട്ടില്ല. പക്ഷേ കണക്കെടുത്ത് നോക്കിയപ്പോൾ 200 രാജ്യങ്ങളുണ്ട്. അതാണ് ലക്ഷ്യം. അതാണ്. അപ്പം അവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് 200 രാജ്യങ്ങളിലേക്ക് നമുക്ക് പോയിക്കൂടാ എന്നുള്ളൊരു